ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ട്രിപ്പ് പോവാ. ആ ജസാ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോയോ വി? പോയി. ശരി, നീ എന്ത് കൊടുത്തിട്ടല്ലേ? ഇല്ല. ശരി, നമുക്ക് പോവാ വീട്ടിലേക്ക്. പോവാ. ഇപ്പം സ്കൂളിലേക്ക് എത്തി. ഇപ്പം വി സ്കൂളിലേക്ക് വന്നു, വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് പറ്റി? ഹായ്. നമ്പർ നോക്കി മാത്രം നിന്റെ ചേച്ചി എടുക്കുന്നുമില്ല. റോങ് നമ്പർ എന്ന് വെച്ചാൽ എടുക്കൂല. എന്ത് ചെയ്യും നിന്റെ ചേച്ചിക്ക്? എന്ത് പറ്റി? എൻ്റെ ചേച്ചി ക്യൂട്ടുണ്ടോ? ക്യൂട്ട് പോയി, ഓവർ ക്യൂട്ടാണ്. അത് മാത്രമല്ല, എന്നാ ചോക്ലേറ്റ് നിനക്ക്. താങ്ക് യു. അതവിടെ നിന്നൊരു അതാരാ കുട്ടി വിളിക്കുന്നുണ്ട്? അതിൻ്റെ ഫ്രണ്ടാണോ? പേരെന്താ ഫ്രണ്ടിൻ്റെ? ആയിഷ. എന്താ? ശരി ബൈ. ശരി ബൈ. ബൈ. ഓക്കെ. ആരടി അത്? അതാരുമല്ല, അതെൻ്റെ ഫ്രണ്ടാ? ബോയ്സിൽ ആരടി ഫ്രണ്ട്? അത് പോയോ നോക്കിയതാണ്. അത് വി ആണ്. അത് എൻ്റെ സ്കൂളിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ടാറ്റ പറഞ്ഞു പോയി. അതെയാണോ? ശരി. വീട്ടിൽ എല്ലാവരും വന്നായിരുന്നു. അങ്ങനെ വിൻ്റെ ഫാമിലി വന്നായിരുന്നു. അങ്ങനെ വിൻ്റെ ഫാമിലി വന്ന് സംസാരിക്കാം. ഇത് കണ്ട് ജസ ഓടി വന്നു. ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത്? ഹായ് ജസ മോളെ. നിന്റെ ദീദി ഇവിടെ? കോളേജിലുണ്ട്. അപ്പോൾ നിനക്കെന്താ ലീവോ? നിനക്ക് എന്ത് പറ്റി? കയ്യിൽ എന്താ അടി പറ്റി? ബാൻഡേജ് ഇട്ടിട്ടുണ്ടോ? എന്താ കൈക്ക് പറ്റി? എന്ത് പറ്റിയിട്ട? കയ്യിൽ വിരലിൽ മാത്രമാണ് അടി പറ്റിയതാ? ശരി, ഓക്കെ. അങ്ങനെ വീട്ടിൽ എല്ലാവരും ഫാമിലിയോട് സംസാരിക്കുക. സസ ഓടിപ്പോയി വീട്ടിലേക്ക് ഭാഗത്ത് പോയി. ഹലോ ആരാ ഇത്? സസാണോ? നീ എന്താടി വിളിച്ചെന്നെ? അതൊക്കെ വരാൻ വിളിച്ചതാണ്. എന്തോന്നുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ. എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വന്നുടി. എന്തുടി ഇതാരടി? ഇതെന്താ ഓരോ മീടെല്ലാം ഒരുമാതിരി ഉണ്ട്. ഇവരേത് നാട്ടുകാരനാ? അത് കൊറിയാണ്. എന്തിനാ കൊറിയയിലെ? ആരൊക്കെ ഇവിടെ പെണ്ണ് നോക്കാൻ വന്നതാ? ആരെ പെണ്ണ് കാണാൻ വന്നത്? അത് നിന്നെ പെണ്ണ് കാണാൻ വന്നതാ? അല്ല. പിന്നാരാ? അത് ഒരാൾക്കാണ്. ശരി. അങ്ങനെ അത് ഫ്രണ്ട് അവിടുന്ന് പോയി. അയ്യോ, ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് സദ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ വീട്ടിൽ ഓക്കെ എന്തായി. അങ്ങനെ അവർ അവിടുന്ന് പോയി. അങ്ങനെ സസ, നിന്റെ വീട് ശരിയില്ലല്ലോ. വീട്ടിലെന്ത് ഫങ്ഷൻ ഉണ്ടോടി? ഇല്ലേ? അപ്പം എന്തിനാ ഉമ്മ സാരി എടുക്കാൻ പറഞ്ഞത്? അത് സാരി എടുക്കുമായിട്ട്. ശരി, നീ പറയുന്നത് കേട്ട് പറഞ്ഞത് ഞാൻ സാരി എടുത്തത്. അങ്ങനെ രണ്ട് സാരിയോട് മല്ലി പോയിട്ട് ചായ എടുത്തിട്ട് വന്നു. ഷോൾ ഇട്ട് വന്നിരുന്നു. വീട്ടിൽ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഇവർ കാണാൻ ശരിയില്ല സസ. ഇവർ ഏത് നാട്ടുകാരാ? കാണാൻ ശരിയില്ല. അത് നീ ഒന്ന് പറഞ്ഞേക്കില്ല. ശരി, ഞാൻ പോയിട്ട് അങ്ങനെ ടീ കോഫി എല്ലാം കൊടുത്തു. അങ്ങനെ അവിടുന്ന് വെച്ച് മാല വെച്ച് അവിടുന്ന് എല്ലാം ഓർക്ക് വെച്ചിട്ട് അവിടുന്ന് പോയി. ശരിയൊക്കെ ഏതോ ഒരാൾ അങ്ങനെ പറഞ്ഞു, അച്ഛ ഏതോ കഷ്ടോടി. അതിനെ റോസിനോട് പറയാൻ റോസ് വിഷമിക്കണ്ടടി ഫാത്തിമ, അതൊന്നും നടക്കില്ല. എന്തടി നിൻ്റെ അനിയത്തിയുടെ ഒരു കല്യാണം ഉച്ചനുണ്ടോടെ? എന്തോടി മറിക്കണേ? ഒന്നുമില്ല. ശരി, ഒന്നുമില്ല എന്ന് പറയുന്നത് മനസ്സിലായി. അതിന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് മാരേജ് അപ്പോൾ എല്ലാവരും വന്നായിരുന്നു. മാരേജ് അപ്പോൾ അങ്ങനെ മാരേജ് ഡേയ്സ് വന്നു. അങ്ങനെ ചെക്കൻ്റെ ഒന്നും വീടുകളിലായിരുന്നു. അതിനായിട്ടും ഇങ്ങനെ വീട്ടിൽ നോക്ക് എല്ലാ ഫ്രണ്ട്സൊക്കെ ഷോക്ക്. അത് മാത്രമല്ല, എടി വീട് നോക്ക്. എന്തിനാ പറയണ? അങ്ങനെ വീട് നോക്കി ഷോക്കായിട്ട് കണ്ണ് വറുത്തായി. എന്ത് വിയാ? എന്നിട്ട് ഏതാത്ത അനിയത്തി നോക്കി. അനിയത്തി ഒരു മാറിയൊക്കെ നിക്കടി. ഞാൻ ഓടിപ്പോയി. ഇവളൊരു കാര്യം ഇവളെ മറച്ചു വെച്ചോ. അപ്പോൾ രക്ഷപ്പെട്ടു. ആരെ കഴിഞ്ഞ രക്ഷപ്പെട്ടത്? അടിക്കല്ലി. ചേട്ടൻ ഇതാ പറയാൻ തുടങ്ങി. ചേട്ടൻ എന്നെ വിട്ടത് തല്ലെന്ന് പറഞ്ഞാൽ സദ ഓടിപ്പോയി. അയ്യോ, ഈ ചേട്ടൻ ഒരു രാശനാണ്. ഈ ചേട്ടൻ മണ്ടിക്ക് ഏതോ ഒരു കൊറിയ ഗേളിനെ കെട്ടണം. എന്നെ തല്ലി ശരിയാക്കാം. ശരി, ഓക്കെ. അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഈ കുട്ടി ക്യൂട്ടായിട്ടുണ്ട്. ഹലോ ടിമ്മി. യെസ്. നിങ്ങൾ സിംഗിളാണോ കമ്മിറ്റാണോ? അതെന്തിനാ നീ ചോദിക്കുന്നത്? ഒന്നുമില്ല, അങ്ങോട്ട് നോക്ക്. അവർ ആ കുട്ടി ആരെ നോക്കി. കാണാൻ ക്യൂട്ടായിട്ടുണ്ട്.
ആരെ ഇവൾ നോക്കുന്നതെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരല്ലായിരുന്നു, ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിനെ സൈറ്റ് അടിക്കുക. അയ്യോ ഇതും പോയോ, ശരി ഓക്കെ. പിന്നെ ഒരു യഥാർത്ഥം നോക്കുക, പിന്നെ ഒരു ഗേൾ നോക്കുന്നത്, അവളെ കാട്ടി ഭയങ്കര സുന്ദരി. നീ ഏതാ നോക്കുന്നത്? ഇല്ല ബ്ലൂ ഡ്രസ്സുള്ള. ഓ അപ്പം രക്ഷപ്പെട്ടു. ബ്ലൂ ഡ്രസ്സ് ബ്ലാക്ക് പാൻറ്റാ, ശരി ശരി. ഇങ്ങനെ പറയാം, ഫോട്ടോ ഇതാണ് ഫോൺ നമ്പർ സസ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ രക്ഷപ്പെട്ടു. ചേട്ടൻ്റെ മണ്ടയ്ക്ക് ഒരു പെണ്ണ് കെട്ടി, എനിക്ക് റയലില്ല. സസ പാട്ട് പാടി പോയി, ഓട്ടം ഓടി പോയി. എന്താ സസ നീ ഒന്ന് പാട്ട് പാടുന്നേ? അതൊന്നുമില്ല. ശരി ഇവളാളെ ശരിയില്ല, ശരി ഓക്കെ. അങ്ങനെയായിട്ട് കുറേ ഇപ്പോൾ സദാ പാട്ട് പാടി അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെയായിട്ട് മാരേജ് നടന്നു. കൺഫ്യൂസായിരുന്നു ഇങ്ങനെ മാരേജ്. അങ്ങനെയായിട്ട് സദം പറഞ്ഞു, ഞാനും അവിടെ കൊറിയയിൽ പഠിക്കാൻ പോവാം. എടി അവിടെ ദീദിയും പഠിക്കുകയാണ്, അവിടെ ഞാനും പഠിക്കാൻ പോകുന്നതെന്ന്. സദ അവിടെ നിന്ന് ഓടി വന്നു കൊറിയയിൽ സെറ്റിലായി. ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങി. സസൻ്റെ ഫ്രണ്ടിന് കേബറാവാൻ തുടങ്ങി. എന്നിട്ട് എന്നാണെങ്കിൽ നീ പോയിട്ട് കൊറിയ സെറ്റിലായില്ലേ എന്ന് സസൻ്റെ ഫ്രണ്ടിന് ടെൻഷനായി. അങ്ങനെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, എടി ഈ കൊറിയക്ക് പോയി നീ സെറ്റിലായി, നീ വരുമ്പോൾ എന്ത് കൊണ്ടുവരാ, പോടി നീ വരുന്ന അവനെ സസ പറഞ്ഞ്. അങ്ങനെ സസ അവിടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ സസക്ക് ഇപ്പോൾ 18 ഏജായി ദിനക്ക്. ഓക്കെ. അങ്ങനെ ഒരു ചെക്കൻ സസ വന്ന്, സസ ഹലോ സസ, ഹായ് സസ, എനിക്കിന്ന് ഇഷ്ടപ്പെട്ടു, ഐ ലവ് യു, എന്നെ അക്സെപ്റ്റ് ചെയ്യോ? ശരി ഇവള് തെരി പറയാം, ഇവളെ കേൾക്കുന്നത്. അങ്ങനെ ജങ്കുക്ക് കാറിൽ ഇറങ്ങി വന്നു. ജങ്കുക്ക് അങ്ങനെ എല്ലാ ഗേൾസ് ഷോക്കായി പോയി. വാവ് ഇവരും കാണാൻ സോണ്. സസ എനിക്ക് ഒന്നോട് സംസാരിക്കണം. എന്ത് ഈ നോക്കുന്ന ചെല്ലും. ഈ നോക്കുന്ന ഇവനെ സൈറ്റ് അടിക്കാണോ? സസ പറയാൻ തുടങ്ങി, ഇവൻ നോക്കുന്നത് ശരിയില്ല, ഇവിടെ നിന്ന് ശരിയല്ല. സസ അവിടെ പോകുമ്പോൾ നോക്കി സസനെ കൈ പിടിച്ചു. അയ്യോ ഇവന് ആളെ ശരിയില്ലല്ലേ, വിട്രപ്പാ ഞാൻ പോകണമെന്ന്. അത് സസൊക്കെ മാരേജ് പ്രപ്പോസ് ചെയ്ത് ഷേക്കായി ഷേക്കായി അവിടേക്ക് മയങ്ങി വീണു സസ. സസ മയങ്ങിനെ കണ്ട് എവിടെ വന്നു, എല്ലാ ഫ്രണ്ട്സ് വന്ന് പിടിച്ചു. എന്നിട്ട് പറ്റി, ഇത് സത്യമാണോ സസ ചോദിക്കാതെ. അതെ സത്യമാണടി, ഞാനിവിടെ മാരേജ് കഴിക്കില്ല, ഓടിക്കോ സസ ഓടി ഹാപ്പി.